ഡൽഹി തുർക്ക്മാൻ ഗേറ്റിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിനിടെ സംഘർഷം. സയ്യിദ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള ഭാഗത്തെ ഒഴിപ്പിക്കലിനിടെയാണ് സംഘർഷമുണ്ടായത്. പുലർച്ചെ 1:30-ക്കാണ് കയ്യേറ്റം ഒഴിപ്പിക്കൽ നടന്നത്. സംഘർഷത്തിൽ 5 പോലീസുകാർക്ക് പരിക്കേറ്റു. വിവരങ്ങളുമായി ശ്രീകാന്ത് ഒപ്പം ചേരുന്നു. ശ്രീകാന്ത്, എന്താണ് ഈ തുർക്ക്മാൻ ഗേറ്റിന്റെ പ്രത്യേകത? അവിടെ കയ്യേറ്റക്കാരെ എങ്ങനെ ഒഴിപ്പിക്കുന്നു? കൃഷ്ണരാജ്, ഈ ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഔട്ടർ മേഖലയിലൊക്കെ തന്നെ വലിയ തോതിൽ കയ്യേറ്റം, സർക്കാർ ഭൂമി കയ്യേറി. അത് ഈ ഡൽഹിയിൽ നിന്നുള്ളവർ മാത്രമല്ല, പുറത്ത് സംസ്ഥാനത്തു നിന്നുള്ളവരടക്കം, ബംഗ്ലാദേശികളടക്കം, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട പല പ്രദേശത്തു നിന്നുള്ളവർ എത്തി സർക്കാർ ഭൂമി കയ്യേറി അവിടെ സ്വന്തമായി വീടും ഒക്കെ തന്നെ നിർമ്മിച്ച്, അതോടൊപ്പം താൽക്കാലികമായുള്ള വീടുകൾ നിർമ്മിച്ച്, അതോടൊപ്പം തന്നെ അവരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കെട്ടിപ്പൊക്കി അങ്ങനെ ഒരു താമസിക്കുന്ന മേഖലകൾ ധാരാളമുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം രാജ്യ തലസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കും മറ്റും വലിയ തടസ്സം സൃഷ്ടിക്കുന്നത് കൂടിയാണ്. ഒപ്പം തന്നെ സുരക്ഷാ ഭീഷണിയും ഇതിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് ഈ രാംലീല മൈതാനത്തിന് തൊട്ടടുത്ത് തുർക്ക്മാൻ ഗേറ്റിൽ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ MCDയും അതോടൊപ്പം പോലീസും ചേർന്ന് തീരുമാനമെടുത്തത്. പോലീസിന് നേരെ വലിയ തോതിൽ കല്ലേറ് ഈ ഒഴിപ്പിക്കലിനിടെ നടന്നു. പുലർച്ചെ 1:30-യോടെയാണ് ഒഴിപ്പിക്കൽ നടന്നത്. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസിന് കണ്ണീർ വാതകം പ്രയോഗിക്കേണ്ടി വന്നു. സയ്യിദ് ഇലാഹി മസ്ജിദിനോട് ചേർന്നുള്ള ഒരു ഭാഗത്തെ കയ്യേറ്റമാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കെതിരെയോ നടക്കുന്നതല്ല. ഇതിനു മുൻപ് ഒരു ക്ഷേത്രത്തിന് സമീപത്തെ, അത് ഝണ്ടേവാലയിലാണ്, ക്ഷേത്രത്തിന് സമീപത്തെ കയ്യേറ്റം ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവിടെയും സംഘർഷം ഉണ്ടായിരുന്നു. കാരണം സ്വാഭാവികമായ രീതിയിൽ കടകൾ കെട്ടിപ്പൊക്കി റോഡ് ഇരുവശവും കയ്യേറുക, സർക്കാർ ഭൂമി കയ്യേറുക, അത് ഇവിടുത്തെ ഒരു രീതിയാണ്. അങ്ങനെയാണ് ഒഴിപ്പിക്കലിലേക്ക് MCDക്ക് പോകേണ്ടി വരുന്നത്. 5 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. നിരവധി കടകളടക്കം ഈ പ്രദേശം കയ്യേറി സ്ഥാപിച്ചിരുന്നു എന്നുള്ളതാണ് MCD പറയുന്നത്. രാത്രി ഇവർക്ക് ഇതിനോടകം നോട്ടീസ് നൽകിയ ശേഷം ബുൾഡോസറുകളുമായി എത്തിയാണ് ഇത് പൊളിച്ചു നീക്കിയത്.